നമസ്കാരം. നിതിൻ രാജ് പഠിച്ച അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് സന്ദർശിച്ചു കുടുംബം. വൈകാരിക രംഗങ്ങൾക്കാണ് കോളേജ് സാക്ഷ്യം വഹിച്ചത്. എൻ്റെ മകനെ കൊന്നതാണ് എന്ന് നിതിൻ രാജിൻ്റെ അച്ഛൻ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു. നിതിൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, തനിക്കത് നന്നായി അറിയാം, ആർക്കാണ് അറിയാത്തത് അവനെ കൊന്നതാണെന്ന് എന്ന് നിതിൻ രാജിൻ്റെ പിതാവ് രാജനും സഹോദരി ഭർത്താവും അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെത്തിയപ്പോൾ വൈകാരിക രംഗങ്ങളോടെ കണ്ടുനിന്നവരോട് വിളിച്ചു പറഞ്ഞു. പ്രിൻസിപ്പലിനെ കാണാൻ നിതിൻ രാജിന്റെ കുടുംബം തയ്യാറായില്ല. പ്രിൻസിപ്പൽ ഈ സംഭവത്തിന് ഉത്തരവാദിയാണെന്നും കുടുംബം ആരോപിച്ചു. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാനേജ്മെന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഏപ്രിൽ 10-നാണ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണ നിലയിൽ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിനെ കണ്ടത്. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. കോളേജിലെ അധ്യാപകർ നിതിനെ മാനസികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും അധിക്ഷേപിച്ചിരുന്നുവെന്നുമാണ് കുടുംബം പറയുന്നത്. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് മാതാപിതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. സംഭവത്തിൽ ആരോപണ വിധേയരായ ദന്തൽ അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ഡോക്ടർ K റാമിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ആത്മഹത്യയ്ക്ക് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾ റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായും രംഗത്തെത്തിയിരുന്നു. റാമിനെ പുറത്താക്കുന്നതുവരെ പഠനം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരവും നടത്തുന്നുണ്ട്. രക്ഷിതാക്കളും ഇതേ ആവശ്യം ഉന്നയിച്ച് മാനേജ്മെന്റുമായി ചർച്ച നടത്തി. വകുപ്പ് മേധാവിയുടെ മാനസിക പീഡനമാണ് മരണകാരണം എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജാതിയുടെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ HOD അധിക്ഷേപിച്ചതായി നിതിന്റെ പിതാവ് രാജൻ ആരോപിച്ചു. കുട്ടിയെ പുഴുത്ത പട്ടി എന്നാണ് വകുപ്പ് മേധാവി വിളിച്ചിരുന്നതെന്ന് അമ്മ ലത പറഞ്ഞു. നിതിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് നിരവധി സംഘടനകൾ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. നിതിൻ രാജന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദലിത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷവും ഉണ്ടായി. പോലീസിനോടൊപ്പം കോളേജിൽ നിയോഗിച്ച 2 സുരക്ഷാ ജീവനക്കാരും സമരക്കാരെ തടഞ്ഞതോടെയാണ് സ്ഥിതി വഷളായത്. ഇത് ചോദ്യം ചെയ്തവരെ മർദ്ദിച്ചതിനു പിന്നാലെയാണ് സംഘർഷം. ഇരു കൂട്ടരും പരസ്പരം തമ്മിൽ തല്ലാൻ തുടങ്ങിയതോടെ പോലീസ് ഇടപെട്ടാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിന് പിന്നാലെ സുരക്ഷാ ജീവനക്കാർക്കെതിരെ SIT ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് ദലിത് ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മാർച്ചിൽ ഭൂരിഭാഗവും ദലിത് വിഭാഗത്തിലുള്ളവരായതിനാൽ അവരെ കയ്യേറ്റം ചെയ്തതിന് നടപടിയെടുക്കണമെന്നും മറ്റ് പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ ഇല്ലാതിരുന്ന സുരക്ഷാ ജീവനക്കാരെ ദളിത് മാർച്ചിനിടയിൽ നിയമിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നുമാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ഏപ്രിൽ 10-നാണ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണ നിലയിൽ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിനെ കണ്ടത്. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. കോളേജിലെ അധ്യാപകർ ഇതിനെ മാനസികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും അധിക്ഷേപിച്ചിരുന്നുവെന്നുമാണ് കുടുംബം പറയുന്നത്. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് മാതാപിതാക്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. സംഭവത്തിൽ ആരോപണ വിധേയരായ ദന്തൽ അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ ആദ്യഘട്ടത്തിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഡോക്ടർ K റാമിനെ പിന്നീട് പുറത്താക്കി. ആത്മഹത്യയ്ക്ക് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾ റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. റാമിനെ പുറത്താക്കുന്നതുവരെ പഠനം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ ഇന്ന് സമരം നടത്തിയിരുന്നു. രക്ഷിതാക്കളും ഇതേ ആവശ്യം ഉന്നയിച്ച് എന്തായാലും മാനേജ്മെന്റുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട്.